ഹലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫ്രൈഡേ ഈവനിങ് ആണ്. ഫ്രൈഡേ ഈവനിങ് ആയപ്പോഴത്തേനും നമ്മളെന്ത് ചെയ്തു, നമ്മളെല്ലാവരും റെഡിയായിട്ട് ഒന്ന് പുറത്തേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ വീക്കെൻഡ് ആയല്ലോ. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ മക്കളെയൊക്കെ റെഡിയാക്കി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പ്ലാനെന്ന് പറയുന്നത് കുട്ടികളുമായിട്ട് എവിടെയെങ്കിലും മാളിൽ കുട്ടികളായിട്ട് എക്സ്പ്ലോർ ചെയ്യുക, അതിനുശേഷം ഫുഡ് എന്തെങ്കിലും ഇന്ന് പുറത്തുനിന്ന് കഴിക്കുക, അങ്ങനെയുള്ള ഒരുപാട് വലിയ പ്ലാനുകളൊന്നുമല്ല, വളരെ ചെറിയൊരു പ്ലാനുമായിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഈവനിങ് എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ ഈവനിങ് അല്ല, നമ്മളിപ്പോൾ ഇറങ്ങുന്നത് നൈറ്റാണ്. നമ്മുടെ പ്രെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, അതായത് രാത്രിയുള്ള ഇഷ പ്രെയർ വരെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത്. അപ്പോൾ ടൈമെന്ന് പറയുന്നത് ഒരു 8:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും കുട്ടികളും ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പോയി വണ്ടി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് നമ്മുടെ ആ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ വണ്ടി കൊണ്ട് വണ്ടി കൊണ്ട് നിർത്തും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് കുട്ടികളുമായിട്ട് കയറുന്നുള്ളൂ. കാരണം പുറത്തൊക്കെ ഭയങ്കര ചൂടായതുകൊണ്ട് പിള്ളേരുമായിട്ട് അപ്പുറത്തേക്ക് നടക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പുറത്ത് ഞാൻ എപ്പോഴും പകൽ ഇവിടെ കൂടുതലായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, പകൽ ടൈമിൽ ഇതിൻ്റെ ഡേ ടൈമിലാണ് ഇവിടെയൊക്കെ നന്നായിട്ട് ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ പല പ്രാവശ്യം ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് വളരെ കുറവാണല്ലേ. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എല്ലാ ബിൽഡിങ്ങിലും ഫുള്ള് ലൈറ്റ്സൊക്കെ ഓണായിട്ട് വളരെ രസകരമായിട്ട് കണ്ടപ്പോഴത്തേനും നല്ല ഭംഗിയായിരുന്നു. അപ്പം നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ സൈറ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് വന്നതിന് ശേഷം പയ്യനെ സൈറ സ്ട്രോളറിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അവളെയും സ്ട്രോളറിൽ തന്നെ ഇരുത്തി വണ്ടിയുടെ അടുത്തേക്ക് പോയതിന് ശേഷം അത് മടക്കി വണ്ടിയുടെ ബാക്കിൽ വെച്ചിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും ഒന്നും സ്ട്രോളർ എടുക്കാറില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ചില ദിവസങ്ങളിൽ പ്ലാൻ ചെയ്യും. ചില ദിവസങ്ങളിൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ മാളിലൂടെ ഒരുപാട് നടക്കാം, കുറച്ച് കൂടുതൽ നടക്കാം എന്ന് പ്ലാനിങ് ഉള്ള ദിവസങ്ങളിലാണ് നമ്മൾ സ്ട്രോളർ എടുക്കുന്നത്. സൈറൂന് ഭാഗ്യത്തിന് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോളറിലിരിക്കാൻ, ഭയങ്കര ഇഷ്ടമാണ്. ചില കുട്ടികൾ സ്ട്രോളറിൽ ഇരിക്കത്തില്ല. അപ്പം അവരെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് മാളിലൂടെ ഈ എക്സ്പ്ലോറും അതൊന്നും നടക്കത്തില്ല. ഇതിപ്പം കുട്ടികൾക്ക് സാറ ഫ്രീ ആയിട്ട് നടന്നോളും, സൈറ സ്ട്രോളറിൽ ഇരുന്നോളും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും. ഞാൻ സൈറൂൻ്റെ കുറച്ച് സാധനങ്ങളാണ് ആ ബാസ്ക്കറ്റിൽ വെച്ചത്. ആ ബാസ്ക്കറ്റിൽ ഹാങ് ചെയ്ത് പിടിക്കാൻ എളുപ്പമുണ്ടല്ലോ. അപ്പം സൈറൂൻ്റെ ഫുഡും അതുപോലെ തന്നെ കുറച്ച് കുറുക്കും കാര്യങ്ങളൊക്കെയാണ് എടുത്തത്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ വർസാനിലാണ് താമസിക്കുക. അപ്പോൾ നമ്മുടെ വർസാൻ്റെ തൊട്ടടുത്ത് ഒരു സിലിക്കൺ ഒയാസിസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സിലിക്കൺ സെൻട്രൽ മാള്, അവിടെയാണ് നമ്മൾ ഇന്ന് പോകാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, സിലിക്കൺ സെൻട്രൽ മാള്. പിന്നെ നമ്മൾ അവിടെ പോയതിന് ശേഷം കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്ത് മിക്കവാറും ഭക്ഷണം കഴിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ നടക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ടൈമെന്ന് പറയുന്നത് ഒരു 8:39 ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അതിന് ഫുഡ് കഴിച്ചതിന് ശേഷം മാളിലൂടെ വെറുതെ നടക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സിലിക്കൺ സെൻട്രൽ മാൾ എത്തിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന റൂമിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല, ഒരു 15-20 മിനിറ്റ്സ് ഒക്കെ ട്രാവൽ ചെയ്യാൻ നമ്മുടെ ഏറ്റവും അടുത്തുള്ള, അതായത് നമ്മൾ താമസിക്കുന്നതിൻ്റെ ഏറ്റവും അടുത്തുള്ള നല്ലൊരു മാളെന്ന് പറയുന്നത് ഇതാണ്, സിലിക്കൺ സെൻട്രൽ മാള്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ദുബായിൽ തന്നെ ലാർജസ്റ്റ് ലുലു മാളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ നമ്മുടെ ബാർബിക്യൂ നേഷൻ, നമ്മളിവിടെ ബാർബിക്യൂ നേഷനിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ സിലിക്കൺ സെൻട്രൽ മാളിൻ്റെ ബാർബിക്യൂ നേഷനിലാണ് നമ്മൾ ഒരു തവണ വന്നിട്ടുണ്ട്. ഏതോ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനോ അങ്ങനെ അങ്ങനെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ബാർബിക്യൂ നേഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ബ്ലോക്ക് കിട്ടിയായിരുന്നു. കുറേ നേരം ബ്ലോക്കിൽ കിടന്ന് അനങ്ങിയാണ് വണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാളിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവാണ്. മാളിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയപ്പോഴത്തേനും അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള വാട്ടർഫോളും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ലൈറ്റ്സിൻ്റെ എഫക്ട്സ് അനുസരിച്ച്, ആ ലൈറ്റിൻ്റെ കളർ അനുസരിച്ച് വാട്ടറിൻ്റെ കളറ് മാറുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു അടിപൊളി അട്രാക്ഷനാണ്. അപ്പോൾ ആ മാളിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഈ ഒരു വാട്ടർ ഫൗണ്ടൻ, ഇത് അടിപൊളി ഒരു അട്രാക്ഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളപ്പോൾ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ ട്രാഫിക് ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ നേരം നമ്മൾ കിടന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ
കുറച്ച് കൂടുതൽ നേരം കിടന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ഇപ്പോഴിതാ 9:15 കൂടിയിട്ടാണ് നമ്മളിതാ മാളിലെത്തിയത്. അപ്പോൾ പിന്നെ എന്താണേലും വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ തീരുമാനിച്ചു ആദ്യം ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ സാറൊക്കെ കുറച്ച് വിശക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങളിതാ വണ്ടിയൊക്കെ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം പതിയെ മാളിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ബാക്കി മാളിലെ ഉള്ളിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സാറയൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം സാറയ്ക്ക് ഇപ്പോൾ മാളിലൂടെയൊക്കെ വെറുതെ വഴക്കൊന്നുമില്ലാതെ ചുമ്മാ നടന്നോളും. പിന്നെ സൈറു സ്ട്രോളറിലിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ലിഫ്റ്റിലാണ്. അപ്പോൾ ലിഫ്റ്റിൻ്റെ ഉള്ളിലാണ്. അപ്പം നമ്മൾ ഫുഡ് കോർട്ട് നോക്കി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ ഫുഡ് കോർട്ട് നോക്കി നടക്കുകയാണ്. അപ്പോൾ ഫുഡ് കോർട്ട് എത്തി. ഫുഡ് കോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ഇത് കഴിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ചിക്കിങ്ങിൽ പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ നാളായി നമ്മൾ ഈ ഫ്രൈഡ് ചിക്കൻ അല്ലെങ്കിൽ ബ്രോസ്റ്റഡ് പരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ സാറയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഇച്ചിരി ഫേവറേറ്റാണ് പിസ്സ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒന്നും അത് വാങ്ങിച്ചു കൊടുക്കാറില്ല. വല്ല കാലത്തും ഒക്കെ ഇറങ്ങുമ്പോഴത്തേനും പിസ്സ എന്ന് പറയുന്ന ആഗ്രഹമൊക്കെ ഒന്ന് സാധിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ നമ്മളിതാ ചിക്കിങ്ങിൽ പോയി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ അവിടെ ഏത് മീല് വേണം എന്നൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ അവർ ഓരോ കാര്യങ്ങൾ നമ്മളെ എടുത്ത് കാണിച്ചു, ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു. അപ്പോൾ നമ്മൾ അത് നോക്കിയതിന് ശേഷം ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏത് മീലാണ് കഴിക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഓരോന്നായിട്ട് നോക്കുകയാണ്. അപ്പോൾ സമ്മർ ഓഫർ, അതുപോലെ തന്നെ അങ്ങനെ പല ഓഫേഴ്സ്, പിന്നെ വീക്കെൻഡ് ഓഫേഴ്സ് ഉണ്ട്, സമ്മർ സ്പെഷ്യൽ ഓഫേഴ്സ്, അങ്ങനെ പല ഓഫേഴ്സും കാര്യങ്ങളും കണ്ടു. അപ്പോൾ വീക്കെൻഡ് സ്പെഷ്യലായിട്ട് വളരെ നല്ലൊരു ഓഫർ, ഒരു ബിഗ് മീലായിരുന്നു അത്. നല്ലൊരു ഓഫർ മീല് ഇന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ വെയിറ്റിംഗ് ആണ്. ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു 15-20 മിനിറ്റ്സ് വെയിറ്റിംഗ് ആണ്. അപ്പോൾ സൈറു ഭയങ്കര ഹാപ്പി ആയിട്ട് സൈറും വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഫുഡ് ഓർഡറൊക്കെ ചെയ്തിട്ട് വരികയാണ്. അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളിന്ന് ചിക്കിങ്ങാണ് കഴിക്കുന്നത്. അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കുക, അതിനുശേഷം നമ്മൾ മാളിലൂടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യുക, മാളിലെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫുഡ് വന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് പിസ്സയും ബ്രോസ്റ്റഡും ആയിരുന്നു. പിസ്സ എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ചിക്കൻ ബാർബിക്യൂ പിസ്സ ആയിരുന്നു. പിന്നെ ആ ഒരു വലിയ കോംബോ, അതിൻ്റെ അകത്ത് കുറച്ച് ഒരു 12 പീസോളം ചിക്കന്, 3 ബണ്ണ്, പിന്നെ അതുപോലെ തന്നെ മയോണൈസ്, കോൾസ്ലോ, ടൊമാറ്റോ കെച്ചപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ ഡ്രിങ്കായിട്ട് 2 ബോട്ടിൽ നോർമൽ മിനറൽ വാട്ടറാണ് വാങ്ങിച്ചത്. അപ്പോൾ ഫ്രൈസ് എന്ന് പറയുമ്പോഴത്തേന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സ്പൈസി ഫ്രൈസ് ആയിരുന്നു. അപ്പോൾ വളരെ അപ്പം നമ്മൾ കഴിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇടയ്ക്ക് വല്ല കാലത്തുമൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ ഒരുപാട് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ആഗ്രഹം തോന്നുമ്പോൾ കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എടുത്തത് ഒരു പീസ് പിസ്സ എടുത്തു. അതിന് ശേഷം കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ 2 പീസ് ചിക്കനും എടുത്തു. അപ്പം ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം കഴിക്കാനെടുത്തത് ഇതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് കഴിച്ചു. കുറേ നാൾ കൂടി കഴിച്ചുകൊണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹാൻഡ് വാഷിന് പോയപ്പോഴത്തേനും സൈറു ഇക്കാനെ തപ്പി പോകുന്ന ഒരു സീനാണ് ഈ കാണുന്നത്. അപ്പം ഞാൻ അവളുടെ പുറകെ ഓടിപ്പോയി അവളെ പിടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അപ്പാന്ന് വിളിച്ച് അവൾ ഇക്കാടെ പുറകെ വാഷ്റൂമിലോട്ട് കയറുകയാണ്. അപ്പോൾ ഞാൻ സൈറുവിനെ കയ്യിൽ പിടിച്ചു. ഞാനും സാറയും വാഷ് ചെയ്യാനൊക്കെ നേരത്തെ പോയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഹാൻഡ് വാഷിങ് ഏരിയയിലോട്ട് പോയതാണ്. അപ്പോൾ നമ്മളിതാ ചിക്കിങ് വിടുകയാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അത്രയും ഫുഡ് എന്താണെങ്കിലും നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് ഒരു അരഭാഗം കഴിച്ചതിന് ശേഷം ബാക്കി അരഭാഗം നമ്മൾ പാഴ്സൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നും ഇതാണ് അവസ്ഥ. ഇപ്പം വളരെ ചെറിയ പോർഷൻ വാങ്ങിച്ചാലും അതിൽ പാഴ്സൽ വരും. അങ്ങനെ എന്നും ഇപ്പം ഒരു 4 പീസ് ആണെങ്കിൽ പോലും അതിൽ നിന്ന് പാഴ്സൽ വരും. അങ്ങനെ പാഴ്സലൊക്കെ വാങ്ങിച്ച് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചു. ഇനി കുറച്ച് കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കണ്ട് ആ മാളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കുട്ടികളുമായിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്തായിരുന്നു. ഞാൻ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയില്ല. അതിനുശേഷം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് സിലിക്കൺ സെൻട്രൽ മാളിലെ ആ ആ വലിയ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ്. ഇവിടുത്തെ ലുലു എന്ന് പറയുന്നത് ദുബായിലെ തന്നെ ലുലുകളിൽ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ലുലു ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക്
പോയപ്പോൾ തന്നെ ആദ്യം തന്നെ കണ്ടത് നമ്മുടെ ടെറേറിയം എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ്. എനിക്കിത് കണ്ടപ്പോൾ എൻ്റെ പഴയ ബോട്ടണി ക്ലാസ് റൂമാണ് ഓർമ്മ വന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ജാറിൽ അല്ലെങ്കിൽ ഗ്ലാസ് കണ്ടെയ്നറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇങ്ങനെയുള്ള ഒരു സംഭവം സെറ്റ് ചെയ്യുകയാണ്. എന്താ വളരെ ക്യൂട്ടായിട്ടുള്ള സ്മോൾ ലൈവ് പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ട് പലതരം പായൽ മൗസസ് ഒക്കെ വെച്ചിട്ട് സോയിലൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനെയാണ് അങ്ങനെ പറയുന്നത്, ടെറേറിയം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ക്യൂട്ടായിട്ടുള്ള എയറേഷനും കാര്യങ്ങളുമൊക്കെ ആവശ്യത്തിന് നടക്കും. അതിനുള്ള വാട്ടർ കണ്ടൻറ്റിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നുണ്ട്, സോയിലിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്യൂട്ടായിട്ട് ഈ വീഡിയോയിൽ എനിക്ക് ചെറിയ പർച്ചേസ് ഉണ്ടായിരുന്നു. ലുലുവിൽ നിന്ന് വളരെ കുഞ്ഞ് പർച്ചേസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണുന്നതും കൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെന്ന് പറയുന്നത് നമ്മുടെ മരത്തിൽ നിന്ന് പറിക്കുന്ന അതേ പടിയിലുള്ള പുളിയാണ്. അതിന് ശേഷം പിന്നെ കണ്ടത് ഒരു രക്ഷയിലോട്ടോ, അടിപൊളി. ഞാൻ ഒന്നെടുത്ത് കഴിച്ചു നോക്കി. അടിപൊളി ടേസ്റ്റ്. നമ്മുടെ എന്താ പറയുക, നല്ല പഴുത്ത് ഭയങ്കര ടേസ്റ്റായിട്ട്, ഷുഗർ സിറപ്പൊന്നും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ടുള്ള ഡേറ്റ്സ് ഫ്രഷ് ഫ്രം ദി പാം. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ കണ്ടത് ഓണ സീസൺ അതുകൊണ്ടല്ല, സാധാരണ ഇങ്ങനെയാണല്ലോ. അപ്പം വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് സവോള, ക്യാബേജ്, അവിയൽ കൂട്ടം, ഇതെന്ന് പറയുന്നത് കടല മുളപ്പിച്ചത്, പയർ മുളപ്പിച്ചത്, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ കണ്ടു. പിന്നെ കുറച്ച് ഐറ്റംസ് കണ്ടു. ഞാനത് വായിച്ച് നോക്കാൻ പോയില്ല, എനിക്ക് ടൈമില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ കയറി ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് അറിയാവുന്നവർ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് ആ മുള്ളെൻ്റെ കയ്യിൽ കുത്തിക്കയറി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഷാർപ്പായിട്ടുള്ള സ്പൈൻസ് അതായിരുന്നു, നന്നായിട്ട് കുത്തിക്കൊള്ളുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ ട്രെൻഡിങ് റീലെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഷോർട്സിന് വേണ്ടിയിട്ട്. ഞാൻ റംബൂട്ടാൻ കണ്ടാലും അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടാലും ഞാനിപ്പം വിടാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അതും പിടിച്ച് ഒരു 20 സെക്കൻഡ്സ് അല്ലെങ്കിൽ 30 സെക്കൻഡ്സ് അതും പിടിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഷോർട്സിന് വേണ്ടിയിട്ട്. പിന്നെ ഇതെന്ന് പറയുന്നതും എല്ലാം ലൈവ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ മണി പ്ലാന്റ്, അങ്ങനെ ഓരോരോ ഐറ്റംസ്, ലക്കി ബാമ്പു, അങ്ങനെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഇത് നമ്മുടെ ഓർക്കിഡ്. എന്ത് ഭംഗിയാണെന്നറിയാമോ. ഇവിടെ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ വളരെ കുറവാണ്, പക്ഷേ ഉള്ളത് വളരെ പവർഫുള്ളാണ് കേട്ടോ. പൊളിയാണ്. ഇത് നിങ്ങൾ നോക്കിക്കോ, ഇതൊക്കെ എന്ത് ഭംഗിയാണെന്ന് നോക്കിയോ. അതൊക്കെ ഞാൻ കയ്യിലെടുത്ത് ഞാൻ നോക്കിയായിരുന്നു കേട്ടോ, ആസ്വദിച്ചായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം. നമ്മുടെ ജമന്തിയാണ്, ജമന്തിയുടെ ഇത് കണ്ടോ, ലുക്ക് കണ്ടോ, എൻ്റെ പൊന്നോതി ഒറ്റ രക്ഷയില്ലാതെ അടിപൊളി സാധനം, ലൈഫിൽ കണ്ടിട്ടില്ലാത്ത അടിപൊളി സാധനം. ഇതൊക്കെ പിന്നെ ഓർക്കിഡ്, നമ്മുടെ ബാമ്പു, അതൊക്കെയാണ്. റോസ് ഫ്ലവേഴ്സ്, ഇതൊന്നും കണ്ടിട്ട് എനിക്കൊരു എക്സൈറ്റ്മെൻറ്റും തോന്നിയില്ല. എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത് ഇവിടുത്തെ ജമന്തി കളക്ഷനാണ്. ഇതിപ്പം എന്ത് ഭംഗിയാന്ന് നോക്കിയേ, വൈറ്റും. എനിക്കിതൊന്നും അല്ല, ആ മൾട്ടി കളേർഡ് ജമന്തി. ഞാൻ ശരിക്കും ഓർത്തത് എന്താണെന്ന് വെച്ചാൽ അത് പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിച്ചത്. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് അത് ഒറിജിനലാണെന്ന്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല കേട്ടോ. ഒരുപാട് ആൾക്കാർ, നമ്മളെപ്പോലെ ചെടികളും പൂക്കളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇതാ മൾട്ടി കളേർഡ് ജമന്തിയുടെ അടുത്ത് വന്ന് നിൽപ്പുണ്ടായിരുന്നു. അവരവരുടെ മോളെ കാണിച്ചു കൊടുക്കുന്നു, മോനെ കാണിച്ചു കൊടുക്കുന്നു. ഭയങ്കര അത്ഭുതം. എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നതാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചൊന്നും നോക്കിയില്ല. എന്താണേലും ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി സാധനം. ഇത് കണ്ടിട്ട് എനിക്ക് അവിടുന്ന് മാറാൻ തോന്നുന്നില്ല, അതാണ് സത്യം. കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും ക്യൂട്ട്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജമന്തീസ് ഉണ്ടായിരുന്നു, ഒരുപാട് കളർ ജമന്തി ഉണ്ടായിരുന്നു. ഇന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ജമന്തിയാണ്. റോസ് ഫ്ലവറൊക്കെ താഴെയുണ്ട്, ഞാൻ അധികം ഷൂട്ട് പോലും ചെയ്തില്ല. അപ്പോൾ ഇന്നത്തെ ഇത് വേറൊരു ജമന്തി, ഒരു രക്ഷയില്ല കേട്ടോ. ജമന്തിയുടെ ഹ്യൂജ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് കളക്ഷൻ എന്നല്ല, വെറൈറ്റി കളക്ഷൻ. പിന്നെ അതിനുശേഷം ഞാൻ റംബൂട്ടാൻ്റെ ഷോട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഡ്രാഗൺ ഫ്രൂട്ടിനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിലും എൻ്റെ ഷോട്ട് കാണുന്നവർക്കറിയാം, ഞാൻ ഇന്ന് റംബൂട്ടാനും ഡ്രാഗൺ ഫ്രൂട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ചയും ഞാൻ റംബൂട്ടാനും ഡ്രാഗൺ ഫ്രൂട്ടും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നും ഞാൻ വെറുതെ വിട്ടില്ല. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോഴത്തേനും അടുത്ത ഷൂട്ടിങ്ങിലാണ്. അപ്പോൾ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ഷൂട്ടിലാണ്. ഒരു വൈറലായിട്ടുള്ള ഷോട്ടാണ്, അറിയാലോ, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാലോ. ഞാൻ ഇട്ടിരിക്കുന്ന ഷോട്ട് കഴിഞ്ഞ 2 വീക്സ് മുന്നേയും ഞാൻ ഇട്ടായിരുന്നു. ഇന്നും ഞാൻ ഈ 2 വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലുലുവിൽ നിന്ന് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ സെലക്റ്റീവായിട്ട് കുറച്ച് ഐറ്റംസ് ഞാൻ വാങ്ങണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അടുത്തൊരു റീലിന് വേണ്ടിയിട്ടുള്ളൊരു ഷോട്ടാണ്. ഒരു വാഴപ്പാട്ടെന്ന് പറഞ്ഞിട്ടൊരു ഷോട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടത് പഴംപൊരി ഒക്കെ വെച്ചിട്ടുള്ള വാഴ സംബന്ധമായിട്ടുള്ളൊരു ഷോട്ടായിരുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വെറൈറ്റി
എനിക്ക് കിട്ടി. വാഴത്തണ്ടും അതുപോലെ തന്നെ ഇതൊക്കെ കിട്ടി, വാഴച്ചുണ്ടും ഒക്കെ കിട്ടി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് വെച്ചിട്ട് ആ വാഴപ്പാട്ടൊന്ന് റീലിൽ കയറ്റിയാലോ എന്ന് ഞാൻ വിചാരിച്ചു. അതിന് ശേഷം ഞാനിതാ കുറച്ച് പിന്നെ നമ്മൾ നല്ല ഓഫറിൽ മഷ്റൂം കണ്ടു. അപ്പോൾ ഇതാ മഷ്റൂം നമ്മൾ നോക്കി, നല്ല ഓഫർ ഉണ്ടായിരുന്നു മഷ്റൂമിന്. അപ്പോൾ മഷ്റൂം ഞാൻ നോക്കുകയാണ്, ഏറ്റവും നല്ലത് നോക്കിയിട്ട് ഡാമേജ് ഒന്നും ഇല്ലാത്ത ഏറ്റവും കുറച്ച് സ്ട്രോങ് ആയിട്ട് നെക്കി നോക്കുമ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള മഷ്റൂം ഏതാണെന്ന് വെച്ചാൽ ഞാനത് സെലക്ട് ചെയ്യുകയാണ്. അതിന് ശേഷം ഞാൻ പിന്നീട് നമ്മൾ ഷവർമയും കാര്യങ്ങൾ അറബിക് റോള് അറബിക് ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഷവർമ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ലാർജ് അറബിക് ബ്രെഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഞാൻ ഹോം മെയ്ഡ് ഷവർമ ഉണ്ടാക്കുന്നത് ഈ ഒരു അറബിക് ബ്രെഡിലാണ്. അപ്പോൾ ഞാൻ ഈയിടെ പ്ലേറ്റ് ഷവർമ ഉണ്ടാക്കിയത് സ്മോൾ അറബിക് ബ്രെഡിലാണ്. അപ്പോൾ ഞാൻ ഇനി ലാർജ് ഷവർമ ഉണ്ടാക്കാൻ പോകുന്നത് ലാർജ് അറബിക് ബ്രെഡിലാണ്. അപ്പോൾ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു. അപ്പോൾ ഇക്ക എന്ന് പറയുന്നത് കുട്ടികളുമായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇക്ക എന്നെ വിളിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ പരിപാടി അവസാനിപ്പിച്ച് ഞാൻ പെട്ടെന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഞാൻ കൂടുതലും എൻ്റെ ഹോം വ്ളോഗുകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് വീക്കെൻഡ്സിൽ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് പുറത്തുള്ള ഒരു ഔട്ടിംഗ് വ്ളോഗ് ഷൂട്ട് ചെയ്യാനായിട്ട്, അപ്പം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.